10 ലക്ഷം കിലോമീറ്ററിലധികം ഓടിയ കർണാടക RTCയുടെ ബസ്സുകൾ നിരത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് ഹൈക്കോടതി. പഴയ ബസ്സുകൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിർദ്ദേശം. നിശ്ചിത ഇടവേളകളിൽ ബസ്സുകളുടെ കാര്യക്ഷമത പരിശോധിക്കാൻ സംവിധാനമൊരുക്കണമെന്നും RTOയിൽ നിന്ന് ഇതു സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നേടണമെന്നും കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചു. 1 വർഷം മുമ്പ് ബസ്സിടിച്ച് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ശിക്ഷിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക RTC ഡ്രൈവർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. 10 ലക്ഷം കിലോമീറ്റർ പിന്നിട്ട 100 കണക്കിന് ബസ്സുകളാണ് കർണാടക RTC സർവീസ് നടത്താൻ ഉപയോഗിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കർണാടക RTCയുടെ കീഴിൽ മാത്രം ഇത്തരം 1300ഓളം ബസ്സുകളുണ്ട്. മറ്റു മേഖലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിലെ ബസ്സുകളുടെ കണക്കെടുത്താൽ ഇവയുടെ എണ്ണം 6000ഓളമാകുമെന്നാണ് വിലയിരുത്തൽ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പഴയ ബസ്സുകൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ ഗതാഗത വകുപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അത് വേണ്ടെന്ന് വെച്ചത്. പഴയ ബസ്സുകൾ പിൻവലിക്കുന്നതിനനുസരിച്ച് പുതിയ ബസ്സുകൾ ഇറക്കിയില്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലെ യാത്രാ ദുരിതം അതിരൂക്ഷമാകുമെന്നും അധികൃതർ കണ്ടെത്തിയിരുന്നു. ഗ്രാമീണ മേഖലയിലെ ഒരേയൊരു യാത്രാമാർഗം കൂടിയാണ് ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ. എന്നാൽ ബംഗളൂരു നഗരത്തിൽ സർവീസ് നടത്തുന്ന BMTC പഴയ ബസ്സുകൾ ഘട്ടം ഘട്ടമായി പിൻവലിച്ചു വരികയാണ്. പുതിയ വൈദ്യുത ബസ്സുകൾ ഇറക്കുന്നതിനനുസരിച്ചാണ് പഴയ ബസ്സുകൾ ഒഴിവാക്കുന്നത്. പുതിയ ബസ്സുകൾ വാങ്ങാൻ BMTCക്ക് മാത്രം ഫണ്ട് അനുവദിക്കുന്നതിൽ നേരത്തെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു.